കെ ശശീന്ദ്രൻ, ശ്യാം ഫാം ഹൗസ്, വേങ്ങപ്പള്ളി, വയനാട്. കാൽ നൂറ്റാണ്ട് മുൻപ് വരെയും സജീവ പൊതുപ്രവർത്തകനായിരുന്നു ശശീന്ദ്രൻ. പുരയിടത്തിലെ തെങ്ങിൽ നിന്നും കമുകിൽ നിന്നും കാപ്പിയിൽ നിന്നുമൊക്കെ ആണ്ടുതോറും കിട്ടുന്ന ആദായമെടുക്കുക എന്നതിനപ്പുറം കൃഷിയിലേക്ക് കാര്യമായ ശ്രദ്ധയൂന്നാത്ത കാലമായിരുന്നു അത്. വേങ്ങപ്പള്ളി പഞ്ചായത്ത് അംഗമായിരുന്ന കാലത്ത് ഫിഷറീസ് വകുപ്പിൻ്റെ മത്സ്യകേരളം പദ്ധതിയെക്കുറിച്ച് കേട്ട് സ്വന്തം കുളത്തിൽ 250 മത്സ്യക്കുഞ്ഞുങ്ങളെ ശശീന്ദ്രനും നിക്ഷേപിച്ചു. പൊതുകാര്യങ്ങൾക്കിടയിൽ മത്സ്യകൃഷി മറന്നു. വർഷമൊന്നു കഴിഞ്ഞ് വിളവെടുക്കാൻ ചെന്നപ്പോൾ വിരലിലെണ്ണാവുന്ന മീനുകൾ മാത്രം ബാക്കി. ശശീന്ദ്രൻ എന്ന മുഴുവൻ സമയ കർഷകൻ്റെ തുടക്കം അവിടെ നിന്നാണ്. എൻ്റെ ഈ കൃഷിയിടം ഇപ്പോൾ ഈ രീതിയിൽ ഞാൻ ആക്കിയെടുത്തത് ഏകദേശം ഒരു 20 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ്. ശാസ്ത്രീയ കൃഷിരീതികൾ മനസ്സിലാക്കിയും വിപണന മൂല്യമുള്ള ഇനങ്ങൾ തിരഞ്ഞെടുത്തുമായിരുന്നു രണ്ടാം വട്ട മത്സ്യകൃഷി. 7 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ പകുതിയിലും മത്സ്യക്കുളങ്ങൾ. ബാക്കി ഭാഗത്ത് തെങ്ങും കമുകും ജാതിയും കുരുമുളകും വിവിധ പഴവർഗ്ഗ ചെടികളുമെല്ലാം സമൃദ്ധമായി വിളയുന്നു. അപൂർവ ഇനങ്ങളടക്കം 100 കണക്കിന് ഔഷധ ചെടികളുടെ സംരക്ഷണം ഒരു ദൗത്യമായി ഏറ്റെടുത്തിരിക്കുകയാണ് ശശീന്ദ്രൻ. 25 വർഷങ്ങൾക്കിപ്പുറം മികച്ച മത്സ്യകർഷകൻ, മികച്ച ജൈവ കർഷകൻ, ഫാം ടൂറിസം സംരംഭകൻ, നഴ്സറി സംരംഭകൻ, ജൈവ വൈവിധ്യ സംരക്ഷകൻ, ഫാം കൺസൾട്ടൻ്റ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കയ്യൊപ്പിട്ട കർഷകനായി ശശീന്ദ്രൻ വളർന്നിരിക്കുന്നു. ഗിഫ്റ്റ് ഇനം തിലാപ്പിയയിൽ തുടങ്ങിയ മത്സ്യകൃഷി വിലയ്ക്കും വിപണിക്കും അനുസൃതമായി പുതിയ ഇനങ്ങളിലേക്കും പുതിയ സാധ്യതകളിലേക്കും വളർത്താൻ ഇക്കാലയളവിൽ ശശീന്ദ്രന് കഴിഞ്ഞു. നിലവിൽ 9 കുളങ്ങളിലാണ് മത്സ്യകൃഷി. രോഹു, കട്ല, വരാൽ, തിലാപ്പിയ എന്നീ ഭക്ഷ്യ ഇനങ്ങൾ ഈ കുളത്തിൽ വളരുന്നു. ഇവ കൂടാതെ മികച്ച വിപണന മൂല്യമുള്ള അലങ്കാര മത്സ്യ ഇനമായ ജാപ്പനീസ് കോയി കാർപ്പിൻ്റെ വിപുലമായ വളർത്തലും ഒപ്പം ബ്രീഡിങ്ങും ഇവിടെ നടക്കുന്നു. തുടക്കത്തിൽ 3/4 സെൻറ്റ് ഉള്ള ഒരു കുളം മാത്രമായിരുന്നു എൻ്റെ കൃഷിയിടം. പിന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ ഒരു പ്രോത്സാഹനത്തിൻ്റെ ഫലമായിട്ടും വിവിധ ഫാമുകൾ സന്ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലും ഞാൻ എൻ്റെ മത്സ്യ കൃഷി മേഖല ഒരുപാട് വ്യാപകമാക്കി. ഇപ്പോൾ ഏകദേശം 2-2.5 ഏക്കർ, ഏകദേശം 3 ഏക്കറോളം തന്നെ പറയാം മത്സ്യകൃഷിയുണ്ട്. 2020 വരെയും ഏകദേശം എഡിബിൾ ഫിഷിൽ തന്നെയായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. നല്ല വിലയും കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോഴേ വ്യാപകമായിട്ട് കൃഷിയും പിന്നെ അന്യ സംസ്ഥാനങ്ങളിലെ മത്സ്യങ്ങൾ ഇറക്കുമതി, എഡിബിൾ ഫിഷ് ഇറക്കുമതി ചെയ്തുകൊണ്ടും മത്സ്യത്തീറ്റയുടെ വില കൂടിയതുകൊണ്ടും നമ്മുടെ ഈ ഭക്ഷ്യ മേഖലയിലെ മത്സ്യകൃഷി ഭയങ്കര ഒരു പിന്നോട്ടടിയാണ് വരുമാനത്തിൻ്റെ കാര്യത്തിൽ. ആ സമയത്ത് നമ്മൾ തിരിച്ചറിവ് വന്നത് ഒരു അലങ്കാര മത്സ്യം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളും എന്നെക്കാൾ കൂടുതൽ അറിയുന്നത് എൻ്റെ മകനെ തന്നെയായിരുന്നു. അവനിപ്പം എൻ്റെ കൂടുതൽ കൊണ്ട് പിന്നീട് അധിക കുളങ്ങളും ഇപ്പം അലങ്കാര മത്സ്യകൃഷിയിലേക്ക് മാറ്റി. ഇതിനേക്കാളും ഒരു 50-100 ഇരട്ടി ലാഭം എന്ന് വേണമെങ്കിൽ പറയും. ഒരു ഫിഷിന് തന്നെ ഏകദേശം 1500-2000 നമുക്ക് ഒരു 8-5 കിട്ടുന്നുണ്ട്. നിലവിൽ ശശീന്ദ്രൻ്റെ കാർഷിക വരുമാനത്തിൻ്റെ നല്ലൊരു പങ്കും വരുന്നത് മത്സ്യകൃഷിയും മത്സ്യ ഹാച്ചറിയും വഴിയാണ്. ഇത് നമ്മളെ കോയി ഫിഷിൻ്റെ ഹാച്ചറിയാണ്. പിന്നെ ഹാച്ചറിയും സെയിൽസ് യൂണിറ്റും ബ്രീഡിംഗ് യൂണിറ്റും പിന്നെ ബാക്കി സൈസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ട കുളങ്ങളിലും കാര്യങ്ങളിലൊക്കെയാണ് നടക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഈ കോയിസ് കംപ്ലീറ്റ് തായ്ലൻഡ് ഇമ്പോർട്ടഡ് കോയിസാണ്. കുറേ വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു 3 ഇഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 3 ഇഞ്ച് തൊട്ട് ഒരു 1.5-1.7 ഫീറ്റ് വരെ ഉള്ളത് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് അവൈലബിൾ ആയിട്ടുള്ള. നമ്മൾ എന്താണ് കോയിസിലേക്ക് മാറാൻ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് റിലീഫ് വരുന്ന സാധനമാണ് ഈ കോയിസ്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റും അതേപോലെ തന്നെയാണ്. ഇപ്പോൾ റിസോർട്ടിലായിക്കോട്ടെ, ഇപ്പോൾ കോയി പോൺസ് ഇല്ലാത്ത വീടില്ല. കോയി പോൺസ് ട്രെൻഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മത്സ്യകൃഷിക്കൊപ്പം തുടക്കകാലത്തു തന്നെ പാരമ്പര്യ വിളകളിലും ശശീന്ദ്രൻ ശ്രദ്ധ വച്ചിരുന്നു. പക്ഷേ കാര്യമായ പരിപാലനമില്ലാതിരുന്നതുകൊണ്ട് കമുകും തെങ്ങും കുരുമുളകും കാപ്പിയുമെല്ലാം ഉൽപാദനക്ഷമതയിൽ പിന്നോക്കമായിരുന്നു. വിപുലമായ തോതിൽ മത്സ്യകൃഷിയുള്ളതിനാൽ വിളകൾക്ക് രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് മത്സ്യങ്ങൾക്ക് ദോഷകരമാകും എന്നതുകൊണ്ട് സന്തുലിത ജൈവവള പ്രയോഗത്തിലൂടെ വിളകളുടെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാനായിരുന്നു ശ്രമം. ജൈവവളങ്ങളും മത്സ്യക്കുളങ്ങളിലെ പോഷകസമൃദ്ധമായ വെള്ളവും പ്രയോജനപ്പെടുത്തി തെങ്ങിനെയും കമുകിനെയുമെല്ലാം ആദായ വിളകളാക്കി മാറ്റാൻ ശശീന്ദ്രന് കഴിഞ്ഞു. വയനാട്ടിൽ പൊതുവെ അത്ര നന്നായി വിളവ് നൽകാത്ത ജാതി പോലും ജൈവകൃഷിയുടെ ബലത്തിൽ മികച്ച വിളവ് നൽകുന്നുണ്ട്.
ഇത് എൻ്റെ കൃഷിയിടത്ത് തന്നെ ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്തൊരു ഇനമാണ്. ഇത് പലരും പലക്കും ജാതിയുടെ ഇനം ചോദിക്കും. നിങ്ങളുടെ ഇനത്തിൻ്റെ പേര് ഓരോരുത്തരും തൊടിയുടെ പേരാണ് കൊടുക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ശ്യാം ഫോംസ് ആണ് എൻ്റെ പേര്. ഞാൻ അങ്ങനെ പേര് കൊടുക്കാറില്ല. ഞാൻ കർഷകരോട് പറയുന്നത് എൻ്റെ തൊടിയിൽ നിങ്ങൾ വന്ന് നോക്കുക, എന്നിട്ട് ജാതി ഒന്ന് പറിച്ച് നോക്കുക. കായുള്ള സമയത്ത് വരണം. ഓരോ ഇലയ്ക്കും കായ പിടിക്കുന്ന സൈസ് കായ ചെടിയാണിത്. നല്ലോണം ജാതിപത്രിക്ക് നല്ല കട്ടി 450-500 കായ ഉണ്ടെങ്കിൽ 1 കിലോ ജാതിപത്രി കിട്ടുന്ന സൈസ് ഇനമാണെന്ന് പറയും. ഇവിടെ വന്ന് നോക്കി ബോധ്യപ്പെട്ടിട്ടാണ് കർഷകർ എൻ്റെ ചെടികളും നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ ഇതെല്ലാം ജൈവവളമാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് കടലപ്പിണ്ണാക്ക്, ചാണകം, വേപ്പ് പിണ്ണാക്ക്, ഇത് മൂന്നും കൂടെ മിക്സ് ആയിട്ടാണ് അടിവളമായിട്ട് ആ ഒരു ചെടി വെക്കുമ്പോൾ തന്നെ ചെയ്യുന്നത്. പിന്നെ വലിയ വലിയ ചെടിയാകുമ്പം അതിൻ്റെ അളവ് കൂട്ടി വർഷത്തിൽ 4 തവണ 1.5 മാസം കൂടുമ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യുന്നു. 2018 പ്രളയത്തിൽ മത്സ്യകൃഷിയിൽ ഉൾപ്പെടെ കാര്യമായ നഷ്ടങ്ങൾ നേരിട്ട കൃഷിയിടമാണിത്. എന്നാൽ കൃഷിയിൽ വിശ്വാസവും അധ്വാനിക്കാൻ മനസ്സുമുള്ള ശശീന്ദ്രൻ മുൻപത്തേക്കാൾ ആവേശത്തോടെ കൃഷിയിടത്തിൽ മടങ്ങിയെത്തി. പ്രളയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കൃഷിയിടത്തിലെ ജലനിർഗമന സംവിധാനങ്ങൾ പുതുക്കിപ്പണിതു. വിശാലമായ മത്സ്യക്കുളങ്ങളുടെ അതിരുകളെല്ലാം മണ്ണൊലിപ്പ് തടയാൻ ശേഷിയുള്ള മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ബലവത്താക്കി. ഇതൊരു വലിയൊരു ചതുപ്പ് പ്രദേശമായിരുന്നു. ഈ കുളം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ബണ്ട് നിലനിൽക്കുമെന്നുള്ള വലിയ സംശയം ഉണ്ടായിരുന്നു. അത് ബണ്ട് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള ഏകമായിട്ടുള്ള പോകും വഴി ചുറ്റും നാഗമരം വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. നാഗമരം എന്ന് പറഞ്ഞാൽ അത് കൊടുങ്കാറ്റടിച്ചാൽ പോലും ആ മരം പൊട്ടില്ല, വളഞ്ഞു കുത്തിയുള്ളൂ. ചുറ്റും ഞാൻ നാഗമരം വെച്ച് പിടിപ്പിച്ചതോടുകൂടെ ബണ്ടെല്ലാം ഇപ്പോൾ സ്ട്രോങ് ആയിരിക്കും. എത്ര വെള്ളം വന്നാലും ആ ബണ്ട് ഒരിക്കലും പോകില്ല. അതുകൊണ്ട് നാഗമരം മാത്രമല്ല, അതിന് ചുറ്റും മറ്റ് പല വൃക്ഷങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മെയിനായിട്ട് നാഗമരമാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ആൾക്കാരും കുളം ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഈ നാഗമരം വെക്കണം എന്നുള്ളതാണ് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു റെക്കമെൻഡേഷനാണ്. ഈ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാനുള്ള നല്ലൊരു പോയിന്റാണ്. ശശീന്ദ്രൻ്റെ കാർഷിക വരുമാനത്തിൻ്റെ മറ്റൊരു പങ്ക് വരുന്നത് ഫാം ടൂറിസത്തിൽ നിന്നാണ്. സംസ്ഥാനത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ മുഖ്യ സ്ഥാനമുള്ള പ്രദേശമാണ് വയനാട്. ഈ ദ്വീപ് ഉണ്ടാക്കിയതിന് 3 വർഷത്തെ അധ്വാനത്തിൻ്റെ പരമായിട്ടാണ് നമ്മൾ ഈ കുളം ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം ഞാനിരിക്കുന്നതിൻ്റെ ബാക്ക് വശം മുതൽ ഇങ്ങോട്ടുള്ള മണ്ണ് കയറ്റി കൊണ്ടുവന്നിട്ട് വളരെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ദ്വീപ് നമ്മൾ ഉണ്ടാക്കിയത്. ഈ ദ്വീപ് ഉണ്ടാക്കിയതിൻ്റെ ലക്ഷ്യം ഒന്ന്, ഒരു പരിസ്ഥിതി സൗഹൃദ കൃഷിയിടം. അതിൽ പഴവർഗ്ഗങ്ങളെല്ലാം ഇപ്പം ഞാൻ ചുറ്റപ്പിച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബോട്ടിംഗ് സൗകര്യങ്ങൾ ഈ ഐലൻഡിൻ്റെ ചുറ്റും കുളത്തിൽ വരുന്നവർക്ക് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മത്സ്യങ്ങൾ ഫിഷിംഗ് ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് അവർക്ക് ഇവിടെ തന്നെ വന്നിട്ട് അത് വെച്ച് ഭക്ഷിച്ച് കഴിക്കാനും, അങ്ങനെ ഒരു പരിസ്ഥിതി പിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്കൊരു ഫാം ടൂറിസം ആസ്വദിച്ച് പോകാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ള ലക്ഷ്യം കൂടെ ഈ തുരുത്തിന് അല്ലെങ്കിൽ ഈ ദ്വീപിനുണ്ട്. ആഡംബരപൂർണമായ കോട്ടേജുകളോ കൃഷിയിടത്തിൻ്റെ നൈർമല്യം നഷ്ടമാക്കുന്ന നിർമ്മിതികളോ ഈ കൃഷിയിടത്തിലില്ല. അതേസമയം സന്ദർശകർക്ക് കാണാനും പഠിക്കാനും പരിശീലിക്കാനും ആസ്വദിക്കാനും ഒട്ടേറെ കൃഷി അനുഭവങ്ങൾ ഈ കൃഷിയിടത്തിൽ തയ്യാർ. നടുക്കൊരു പച്ചത്തുരുത്തുമായി കൊച്ചു തടാകം പോലെയുള്ള മത്സ്യക്കുളവും അതിലൂടെയുള്ള കമ്പിപ്പാലവുമെല്ലാം ഏതു സഞ്ചാരിയെയും പ്രകൃതിയുടെ മടിത്തട്ടിലെത്തിക്കും. ചൂണ്ടയിട്ട് മത്സ്യം പിടിക്കാനും ലഭിക്കുന്ന മത്സ്യം പാചകം ചെയ്ത് കഴിക്കാനുമെല്ലാം അവസരമുണ്ട്. അപ്പോൾ നമുക്ക് 3 ടൈപ്പ് ഇൻകം ആണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ടൂറിസം ബേസ് ചെയ്ത് പറയുമ്പോൾ, ടൂറിസം കൃഷിയായിട്ട് ക്ലബ് ചെയ്ത് പറയുമ്പോൾ, അതായത് അച്ഛൻ ചെയ്ത കൃഷിയിലെ എല്ലാ പ്രോഡക്റ്റും ഇപ്പോൾ ടൂറിസം കൂടി ക്ലബ് ആയതുകൊണ്ട് നമ്മളെല്ലാം വാല്യൂ ആഡഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മളെ എക്സാമ്പിൾ ആണെങ്കിൽ കാപ്പി ആണെങ്കിലും കാപ്പി നമ്മൾ കാപ്പി പൊടിയായിട്ടാണ് കൊടുക്കണം. മഞ്ഞളാണെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയായിട്ടാണ് കൊടുക്കണം. അപ്പോൾ എല്ലാം എൻഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ നമ്മളെ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ലെമൺ മാംഗോസ്റ്റൻ എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഈ ഇതിൻ്റെ മറ്റൊരു പേരെന്ന് ബ്ലാത്തിമാവ് എന്ന് ഞങ്ങളിവിടെ പറയും. ഇത് ശരിക്ക് പഴുത്തു കഴിഞ്ഞാൽ നല്ല യെല്ലോ കളറും, ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് മാംഗോ ജ്യൂസ് അടിച്ച പോലെ ഉണ്ടാവും. ഈ വരുന്നവർക്കൊക്കെ കഴിക്കാനൊക്കെ ഫാം ടൂറിസ്റ്റിൻ്റെ ബേസിൽ സന്ദർശകർ വരുമ്പോൾ ഇത് ജ്യൂസ് അടിച്ചു കൊടുക്കുക ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ശശിയേട്ടനെ കഴിഞ്ഞ ഒരു 17 വർഷമായിട്ട് എനിക്കറിയാം. ഞാനിവിടെ കൽപ്പറ്റ അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്ത കാലം മുതലേ അറിയുന്ന ഒരു കൃഷിക്കാരനാണ്. ഞാൻ കേരളത്തിലെ പല ജില്ലയിലും ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ബയോഡൈവേഴ്സിറ്റിയും അഗ്രി ഫോറസ്ട്രിയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കൃഷിക്കാരനെ ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ശശിയേട്ടൻ ഇവിടെ ഒരു തുണ്ട് ഭൂമി പോലും പാഴാക്കാതെ 3 ടയർ സിസ്റ്റത്തിലുള്ള ക്രോപ്പിംഗ് സിസ്റ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കൃഷിക്കാർക്കൊരു മാതൃകയാണ്, കൃഷി പഠിക്കുന്ന ആളുകൾക്കൊരു മാതൃകയാണ്, കൃഷി ഉദ്യോഗസ്ഥർക്ക് പോലും ഒരു മാതൃകയായിട്ടുള്ളൊരു തോട്ടമാണ് ശശിയേട്ടൻ പരിപാലിക്കുന്നത്. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ 7 ഏക്കർ കൃഷിയിടം.
മണ്ണിനും മനുഷ്യനും പ്രകൃതിക്കും പരിക്കേൽപ്പിക്കാതെ കൃഷി ചെയ്യുക മാത്രമല്ല, നഷ്ടമാകുന്ന ജൈവവൈവിധ്യങ്ങളെ ചേർത്ത് പിടിക്കാനും ഈ കർഷകൻ ജാഗ്രത കാണിക്കുന്നു. വംശനാശം നേരിടുന്നവ ഉൾപ്പെടെ മരുന്ന് ചെടികൾ, വിദേശിയും സ്വദേശിയുമായ ഫലവൃക്ഷങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ കൃഷിയിടത്തിൽ ഇടമുണ്ട്. അവയിൽ നിന്ന് നേരിട്ട് കാര്യമായ വരുമാനമില്ല എന്നത് ശരി തന്നെ. എന്നാൽ ഈ കൃഷിയിടം കണ്ടു മടങ്ങുന്നവരെല്ലാം ഈ ജൈവ വൈവിധ്യങ്ങളിൽ കുറേയെങ്കിലും സ്വന്തം പുരയിടത്തിലും വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കും. അവർക്കായി മരുന്ന് ചെടികളുടെയും ഫലവൃക്ഷങ്ങളുടെയും ഗുണമേന്മയുള്ള തൈകൾ ഈ കർഷകൻ ഒരുക്കി വയ്ക്കുന്നു. ശശീന്ദ്രൻ്റെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് നൽകുന്നത് വിപുലമായുള്ള ഈ നഴ്സറി തന്നെ. എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ ഒരുപാട് മുളകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 40 ഇനാണ് കറക്റ്റായിട്ടുള്ള കണക്ക്. അതിൽ 23 ഇനം ഓർണമെൻ്റൽ ബാമ്പുവാണ്. 23 ഇനം. ഞാനിപ്പോൾ നിൽക്കുന്ന ഓർണമെൻ്റൽ ബാമ്പുവിൽ ഏറ്റവും റെയർ ആയിട്ടുള്ള വെറൈറ്റിയാണ് ബ്ലാക്ക് ബാമ്പു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ബാമ്പുവാണ്, ഗോൾഡൻ ബാമ്പു എന്ന് പറയും. അതുപോലെ തന്നെ ഇത് പെയിൻറ്റഡ് ബാമ്പു എന്ന് പറയുന്ന ഒരു അലങ്കാര മുളയാണ്, ഓർണമെൻ്റൽ ബാമ്പുവാണ്, പെയിൻറ്റഡ് ബാമ്പു. അതുപോലെ തന്നെ ഈ കാണുന്നത് ഈ മേശയുടെ കാലൊക്കെ കടഞ്ഞ പോലെയുള്ള ഒരു ടൈപ്പ് ബാമ്പു, അതാണ് ബുദ്ധ ബാമ്പു എന്ന് പറയും. ബുദ്ധ. മികച്ച ഫാം കൺസൾട്ടൻ്റ് എന്ന മേൽവിലാസവും ഇക്കാലത്തിനിടയിൽ ശശീന്ദ്രൻ നേടിയെടുത്തു. വിശേഷിച്ചും മത്സ്യക്കുളങ്ങളുടെ നിർമ്മിതിയിലും ആദായകരമായ മത്സ്യകൃഷിയിലും ശശീന്ദ്രൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുന്ന ഒട്ടേറെ പേരുണ്ട്. ചിലപ്പോൾ എൻ്റെ ഈ കൃഷിയിടത്തിൻ്റെ പ്രവർത്തന ഭാഗമായിട്ട് പല ആൾക്കാരും നല്ല കർഷകരൊക്കെ ഇവിടെ വരാറുണ്ട്. അവരെല്ലാം അവരെ പറമ്പിൽ ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് വരുന്ന അവർക്കെല്ലാം നമ്മൾ കൺസൾട്ടൻ്റായിട്ട് പോയിട്ട് കാര്യങ്ങൾ ചെയ്തും കൊടുക്കുന്നുണ്ട്. ഫാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വലിയ വലിയ മത്സ്യക്കുളങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുളങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ രീതിയിൽ ചെടികൾ കൊടുക്കുന്നുണ്ട്. ആ രീതിയിലൊക്കെ ഒരു വരുമാനം എനിക്കിപ്പോൾ പുതുതായിട്ട് ഈ കൃഷിയിടത്തിൽ വന്നു ചേർന്നുണ്ട്. സുസ്ഥിര വരുമാനം നൽകുന്ന ഒരു കൃഷിയിടം ഒരുക്കുക മാത്രമല്ല, അതിൻ്റെ സാധ്യതകൾ ബോധ്യപ്പെട്ട വരും തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ശശീന്ദ്രന് കഴിഞ്ഞിരിക്കുന്നു. മികച്ച ജോലി വിട്ട് മകൻ ശ്യാം ഇന്ന് മുഴുവൻ സമയവും അച്ഛനൊപ്പം കൃഷിയിലുണ്ട്. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന കൃഷിയിടമാണ് ശശീന്ദ്രൻ്റേത്. കാലാനുസൃതമായി നവീകരിച്ചും പുതിയ സാധ്യതകൾ എത്തിപ്പിടിച്ചും മുന്നേറുകയാണ് ഈ കർഷകനും കൃഷിയിടവും.